ഞാനിതാ ഒരു പാൻ വെച്ചു, ചൂടായി. അതിലേക്ക് ഞാൻ സവാളയും കുറച്ച് കൊച്ചുള്ളിയും ഉണ്ട് കേട്ടോ, രണ്ടും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു ഉള്ളിക്കറി ഉണ്ടാക്കാനാട്ടോ, അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഈ നല്ല ബ്രൗൺ കളറാവണം ഉള്ളി, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഉള്ളി ഇതാ ഒരു വിധം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി, പച്ചമുളക് നല്ല എരിവുള്ള തന്നെ ഞാൻ മുളക് പൊടി കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഇത്തിരി മസാല അരച്ച് വെച്ചതാണിത്, ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ ചേർത്ത്, തേങ്ങയും കുരുമുളക് പൊടി ലേശം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല, മല്ലിപ്പൊടി മുളക് പൊടി മാത്രം ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. നോക്കിയിട്ട് മതി, ഇത് കളറിൻ്റെ നോക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മസാലയുടെ കുത്തധികം വേണ്ടാന്ന് എത്തിക്കാണ്. മസാല ഇവിടെ ഉണ്ട് കേട്ടോ, അരച്ച് വെച്ചതാണ്. ഇത് ഈ പാനിലാണ് ഉണ്ടാക്കിയത്, അയണാണ്, അതുകൊണ്ടാണ് ഈ കറുത്ത കളർ വരുന്നത് കേട്ടോ. നല്ലതാണ്, അയൺ ശരീരത്തിലേക്ക് ചെല്ലുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അയണിൻ്റെ ഇത് എടുക്കുന്നത് ലായകാട്ടിട്ട്. ഇപ്പോൾ ഇതൊന്ന് മാറ്റും ഞാനിപ്പോൾ, ചിലപ്പോൾ വല്ലാണ്ട് കറുത്ത കളറാവുമോ എന്നറിയില്ല. അപ്പോൾ ഇനി ഒന്നും ഇടാനില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊരു അര ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിക്കണേ. അത് ഒഴിച്ച് കഴിയുമ്പോൾ ഇത് റെഡിയാവും. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് പുളിയും പിഴിഞ്ഞൊഴിക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത്തിരി പുളിയുണ്ട്, ഇത് പുളി പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിന് പുളി അനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ഞാനിതാ ഇത്തിരി പുളി എടുത്തിട്ടുള്ളൂ, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ഇനി ഇതൊരു 5 മിനിറ്റ് തിളയ്ക്കാം, നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം എന്തായി നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവസാനം ആദ്യം തന്നെ നമ്മൾ വറുത്ത് വെച്ചില്ലേ ഉള്ളി, അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിക്കറി റെഡി, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം, ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബെസ്റ്റാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. കടുക് ഞാൻ ഇത്തിരി പാൻ ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഇത്തിരി കടുക്, മുളക്, വറ്റൽമുളക്, ചെറിയ ഉള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി, ഇതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ.